വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സവോള ഈ ഒരു രീതിയിൽ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് വേണം ഗ്രേറ്റ് ചെയ്ത് ഇടാനായിട്ട്. അതിനുശേഷം പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾക്ക് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അല്ല എങ്കിൽ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. 1 കപ്പ് അരിപ്പൊടി വേണം. ആദ്യം ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ സവോളയിലെ വെള്ളമൊക്കെ ഇറങ്ങോളം ഒന്ന് കുഴച്ചെടുക്കണം. വീണ്ടും ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് ആ സവോളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിരുമ്മി നമുക്ക് സവോളയുടെ വെള്ളമൊക്കെ ഇറങ്ങുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നിച്ചൊഴിക്കണ്ട, കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് വെള്ളവും കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ കുഴയ്ക്കുമ്പോൾ വേണ്ടത്. ഇപ്പം ഞാൻ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ഇനി നമ്മൾക്കത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും ഒത്തിരി കുടിക്കത്തില്ല കേട്ടോ. ഇത് നമുക്ക് എണ്ണ അധികം കുടിക്കാത്ത ഒരു പലഹാരമാണ്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ ഒരു ബോളിൻ്റെ ആകൃതിയിലാണ് ഞാനിപ്പോൾ അതിലേക്ക് ഒന്ന് കുഴച്ച് ഇതുപോലെ എടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു വശം ഒന്ന് പതുക്കെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്ത് അത് പതുക്കെ ഒന്ന് ഒരു വശത്തേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരെണ്ണം അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി സൈഡിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മുരിച്ച് നമുക്കെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. ഉൾഭാഗമൊക്കെ വെന്തോളും. എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിയുമ്പോൾ ഇനി നമ്മൾ മുരിച്ച് എടുത്ത് നമ്മൾക്ക് ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കുറച്ചും കൂടി മുരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുരിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്.
അതിനുശേഷം നമ്മൾക്ക് നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ കിടപ്പുണ്ട്. എണ്ണ ഒന്നും അധികം കുടിക്കാത്ത ഒരു പലഹാരമാണിത്. ഞാനത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വീണ്ടും ഞാൻ അത് എണ്ണയുടെ നമ്മൾ എണ്ണ അത് ഇട്ട് കഴിയുമ്പോൾ എണ്ണയുടെ ഉള്ളിൽ എണ്ണയ്ക്കകത്ത് അതിൻ്റെ ആ അംശങ്ങളൊക്കെ കിടക്കുമല്ലോ, കരിഞ്ഞു വിട്ട്, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കാനായിട്ട്. വീണ്ടും ഞാൻ ആ എണ്ണ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിച്ചെടുക്കാം. എണ്ണ ഒട്ടും കുടിക്കാത്തൊരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഒത്തിരി എണ്ണയൊന്നും ഇത് അങ്ങ് വലിച്ചെടുക്കത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ അതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ പാകുമൊക്കെ കണ്ടോ, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.